അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ ആയത്തിന്റെ 3 ക്ലാസുകൾ ഇതിനകം നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ആ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് അതിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി 2 ക്ലാസുകൾ കൂടി ആവശ്യമുണ്ട്. ഇന്ന് ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ ഏർപ്പെടുത്താൻ പോകുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് ആ മലക്കുകൾ അല്ലാഹുവോട് പറഞ്ഞ കാര്യമാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ആ മലക്കുകൾ അന്നേരം അല്ലാഹുവോട് പറഞ്ഞത് അതജഅലു ഫീഹാ മാ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാഅ, അവിടെ നാശമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ അവിടെ നീ ഏർപ്പെടുത്തുന്നത്? വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരല്ലോ എന്നാണ് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞത്. സഹോദരങ്ങളെ, ഇവിടെ മലക്കുകൾ അല്ലാഹുവിന് തസ്ബീഹും തഖ്ദീസും ഒക്കെ നടത്തുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അല്ലാഹുവോട് ചോദിക്കുന്നത്, എന്തിനാണ് ഭൂമിയിൽ നാശമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്ന ആളുകളെ സൃഷ്ടിക്കാൻ പോകുന്നത് എന്ന്. മനുഷ്യവർഗത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് മലക്കുകൾക്ക് മനസ്സിലായത് അത് അല്ലാഹു അറിയിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എന്നും, അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തഫ്സീർ പണ്ഡിതന്മാർ വിശദീകരിച്ച ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന ജിന്നുവർഗത്തിന്റെ നാശമുണ്ടാക്കുന്ന അക്രമ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യരെയും അതുപോലെ കണക്കാക്കിയത് കൊണ്ടാണ് ഈ മലക്കുകൾ ഈ രൂപത്തിൽ സംസാരിച്ചത് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ സഹോദരങ്ങളെ, മലക്കുകൾ അവർ ഒരിക്കലും അള്ളാഹുവിനെ മുൻകടന്നുകൊണ്ടോ അള്ളാഹുവിനെ എതിർത്തുകൊണ്ടോ ഒരിക്കലും സംസാരിക്കുകയില്ല. അള്ളാഹുവിനെ അനുസരിച്ചു മാത്രം ജീവിക്കുവാനുള്ള പ്രകൃതിയോടെയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കുറിച്ച് പറഞ്ഞില്ലേ, ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅമലൂൻ, അവർ അവനെ മറികടന്നു സംസാരിക്കുകയില്ല, അവന്റെ കൽപ്പനയനുസരിച്ച് മാത്രം അവർ പ്രവർത്തിക്കുന്നു എന്നാണ് സൂറത്തുൽ അംബിയായിലെ 27-ാമത്തെ ആയത്തിലൂടെ മലക്കുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അപ്പോൾ മലക്കുകൾ അവർ അല്ലാഹുവോട് ചോദിക്കുന്നത് അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നതിലടങ്ങിയ യുക്തിരഹസ്യം എന്താണ് എന്ന ഒരു അന്വേഷണമാണ്. അതായത് കുഴപ്പക്കാരും നാശക്കാരുമായി മാറാൻ സാധ്യതയുള്ള ഈ ഒരു വിഭാഗത്തെ സൃഷ്ടിക്കുക എന്നതിൽ നിന്നെ ആരാധിക്കുക എന്നതാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ മലക്കുകൾ ഇതാ എപ്പോഴും നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതാണ് മലക്കുകൾ ഇവിടെ പറയുന്നത്, വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരല്ലോ എന്ന്. ഇവിടെ മലക്കുകൾ അല്ലാഹുവിനെ തസ്ബീഹും തഖ്ദീസുമൊക്കെ നടത്തുന്ന കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ ആ മലക്കുകളുടെ ആരാധനാ സ്വഭാവത്തെക്കുറിച്ച് ഒരു ധാരണ സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടതുണ്ട്. അവരെക്കുറിച്ച്, ആ മലക്കുകളുടെ ആരാധനയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. എങ്ങനെ? വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വലാ യസ്തഹ്സിറൂൻ, അവന്റെ അടുക്കലുള്ളവർ, അതായത് ആ മലക്കുകൾ അവനെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ അതിൽ അഹങ്കരിക്കുകയില്ല, അവർക്ക് ക്ഷീണം തോന്നുകയില്ല. യുസബ്ബിഹൂനൽ ലൈല വന്നഹാര ലാ യഫ്തുറൂൻ, അവർ രാവും പകലും അള്ളാഹുവിന്റെ പരിശുദ്ധിയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു, അവർ തളരുകയില്ല എന്നാണ് സൂറത്തുൽ അംബിയായിലെ 19-20 ആയത്തുകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കുറിച്ച് നമ്മെ അറിയിക്കുന്നത്. അള്ളാഹുവിനെ ആരാധിച്ചു കഴിയുന്ന വിഷയത്തിൽ ഒരു മടിയും തളർച്ചയും ഇല്ലാത്തവരാണ് മലക്കുകൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഓരോ ആരാധനകൾ നിർവഹിക്കുന്ന വിഷയത്തിലും അവർ വളരെയധികം ചിട്ടയും സത്യനിഷ്ഠയും പാലിക്കുന്നവരാണ്. ഈ വിഷയത്തിൽ മലക്കുകളുടെ ആരാധനയുടെ വിഷയത്തിലുള്ള ചിട്ടകൾ എടുത്തു പറഞ്ഞ് അവരുടെ ആ മാതൃക സ്വീകരിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉപദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ജാബിർ ബിൻ സമൂറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജമാഅത്ത് നമസ്കാരത്തിന് വന്നുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞു എന്ന് സ്വഹാബി പറയാണ്. എന്താ പറഞ്ഞത്? മലക്കുകൾ തങ്ങളുടെ റബ്ബിന്റെ മുന്നിൽ അണിനിൽക്കുന്നത് പോലെ നിങ്ങൾക്കും അണി നിന്നുകൂടെ? അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത് സഹാബത്തിനോട്. അപ്പോൾ ആ സമയം സ്വഹാബികൾ ചോദിച്ചു, റസൂലേ, മലക്കുകൾ തങ്ങളുടെ റബ്ബിന്റെ മുമ്പിൽ അണിനിൽക്കുന്നത് ഏതു വിധത്തിലാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി
ആവശ്യപ്പെടുകയാണ്. ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുക, അവർ ആദ്യത്തെ അണി ആദ്യം പൂർത്തിയാക്കും, വിടവില്ലാത്ത വിധം പരസ്പരം അവർ ചേർന്നു നിൽക്കുമെന്ന് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധരായ മലക്കുകൾ അവർ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുകയും റുക്കൂ ചെയ്യുകയും സുജൂദ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാണ് സഹോദരങ്ങളെ നമ്മെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇമാം തബറാനിയുടെ മുഅ്ജമുൽ കബീറിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ്, അതിൽ നമുക്ക് കാണാം, ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബികളോടൊപ്പം ഇരിക്കുകയാണ്. ആ സമയം അദ്ദേഹം അവരോടായി ചോദിക്കുകയാണ്, ഞാൻ കേൾക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാനുണ്ടോ എന്ന്. അപ്പോൾ അവർ ആ സമയം സ്വഹാബികൾ പറഞ്ഞു, ഞങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ റസൂലെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ഞാനിപ്പോൾ ആകാശത്തിലെ കാൽപെരുമാറ്റം കേൾക്കുകയാണ്, അവിടുത്തെ ഓരോ ഇഞ്ചിലും മലക്കുകളുടെ സാഷ്ടാംഗവും നമസ്കാരവും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാ. സഹോദരങ്ങളെ, ആകാശ ലോകത്തെ വർത്തമാനങ്ങളാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുക്കുന്നതും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഏഴാൻ ആകാശത്ത് മലക്കുകൾക്ക് മാത്രമായി ഒരു കഅബയുണ്ട് എന്നാണ്. അവിടെ മലക്കുകൾ ഹജ്ജ് നിർവഹിക്കാറുണ്ട് എന്നാണ്. ഈ കഅബാലയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പേരാണ് ബൈത്തുൽ മഅ്മൂർ. സൂറത്തു തൂറിലെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബൈത്തുൽ മഅ്മൂറിനെ കുറിച്ച്, ആ ബൈത്തുൽ മഅ്മൂറിനെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല ധാരാളം വിഷയങ്ങൾ, ആകാശലോകവും മലക്കുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇബ്നു കസീർ റഹിമഹുല്ല. മിഅ്റാജ് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏഴാൻ ആകാശം കടന്നപ്പോഴുണ്ടായ അദ്ദേഹത്തിന്റെ അനുഭവം അവിടെ വിശദീകരിക്കുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബൈത്തുൽ മഅ്മൂറിനടുത്തേക്ക് കൊണ്ടുപോയതിനെ കുറിച്ച്. ആ ബൈത്തുൽ മഅ്മൂറിൽ ഓരോ ദിവസവും 70,000 മലക്കുകളാണ് അതിൽ പ്രവേശിക്കുന്നത്. ഒരിക്കൽ പ്രവേശിച്ച് അവിടെ ആരാധന ചെയ്ത മലക്കുകൾ പിന്നീട് അതിലേക്ക് തിരിച്ചു വരികയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇത് ഇമാം ബുഖാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മലക്കുകൾ ഏഴാൻ ആകാശത്ത് ആ ബൈത്തുൽ മഅ്മൂറിൽ ആരാധനകൾ നിർവഹിക്കുകയും സത്യവിശ്വാസികൾ ഭൂമിയിൽ തങ്ങളുടെ കഅബയെ വലയം വെക്കുന്നത് പോലെ മലക്കുകൾ അവിടെ വലം വെക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഏഴാൻ ആകാശത്ത് കഴിയുന്ന മലക്കുകൾക്കുള്ള കഅബാലയമാണ് ബൈത്തുൽ മഅ്മൂർ. അതുകൊണ്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയെ ബൈത്തുൽ മഅ്മൂറിൽ ചാരിയിരിക്കുന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങ് ആ ഇസ്രാ മിഅ്റാജ് വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയെ കണ്ടത്. കഅബാലയം കണ്ട് കഅബാലയം നിർമ്മിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്കുള്ള ആദരവായിക്കൊണ്ട് പ്രതിഫലമായി ലഭിച്ച അനുഗ്രഹമാണ് അദ്ദേഹത്തെ ബൈത്തുൽ മഅ്മൂറിൽ ചാരിയിരിക്കുന്ന അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാൻ ഇടയായത് എന്ന് പണ്ഡിതന്മാരെ ഈ സംഭവത്തെ വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഇബ്നു കസീർ റഹിമഹുല്ല സൂറത്തു തൂറിലെ 4-ാമത്തെ ആയത്തിൽ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്, ബൈത്തുൽ മഅ്മൂർ ഭൂമിയിലെ കഅബക്ക് സമാന്തരമായി നേർമുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് താഴേക്കെങ്ങാനും വീഴുകയാണ് എങ്കിൽ കഅബയുടെ മീതെ തന്നെയായിരിക്കുമെന്ന് പതിക്കുക. ഓരോ ആകാശത്തിലും അതിലെ വാസികൾ ആരാധനകൾ നിർവഹിക്കുന്ന മന്ദിരങ്ങളുണ്ട് എന്ന് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും താഴത്തെ ആകാശത്തിൽ നിലകൊള്ളുന്ന മന്ദിരത്തിന്റെ പേരാണ് ബൈത്തുൽ ഇസ്സ. ബൈത്തുൽ മഅ്മൂറിനെ കുറിച്ചുള്ള സഹോദരങ്ങളെ ഈ പ്രസ്താവനകളും അതുപോലെ തന്നെ ഓരോ ആകാശത്ത് നടക്കുന്ന സംഭവങ്ങളും ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായ രൂപത്തിലും അതുപോലെ തന്നെ മുർസലായ രൂപത്തിലുമൊക്കെ രേഖീകരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് എന്ന് പണ്ഡിതന്മാര് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞു വരുന്നത് അള്ളാഹുവിനെ എപ്പോഴും ഭയപ്പെട്ടുകൊണ്ടും വിനയം കാണിച്ചുകൊണ്ടും ജീവിക്കുന്നവരാണ് വിശുദ്ധരായ മലക്കുകൾ. അവർ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം കൊണ്ട് നടുങ്ങുന്നവരാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ മലക്കുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയത്. അള്ളാഹുവിനോടുള്ള മലക്കുകളുടെ ഭയത്തിന്റെ തീവ്രതയെ വിശദീകരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് ഇമാം അൽബാനി അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ജാമിയിൽ രേഖപ്പെടുത്തിയ ഹദീസ. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്? ഇസ്രാഇന്റെ രാത്രിയിൽ ഞാൻ മലഉൽ അഅ്ലയിലൂടെ നടന്നു പോവുകയാണ്. അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് നനഞ്ഞ തുണി പോലെ വിറളിയിരുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അടിമകളായ മലക്കുകൾ അവർ ഏതൊരു കർമ്മം ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അതിൽ നമുക്ക് കാണാം,
ഞങ്ങളുടെ അടുത്തേക്കുള്ള താങ്കളുടെ സന്ദർശനം ഇപ്പോഴുള്ളതിനേക്കാൾ ഒന്ന് അധികരിപ്പിച്ചുകൂടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ അടുത്തേക്ക് താങ്കളുടെ ഈ സന്ദർശനം അത് ഇപ്പോൾ വരുന്നതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് അധികരിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ച സമയത്ത് അതിനുള്ള മറുപടിയായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മറിയമിലൂടെ ആയത്തിറക്കിയത്. സൂറത്തു മറിയമിലെ 64-ാമത്തെ ആയത്ത് അതിനുള്ള മറുപടി ആയിക്കൊണ്ടുവരിക. എന്താ ആയത്ത്? വമാ നതനസ്സലു ഇല്ലാ ബിഅംരി റബ്ബിക. നബിയോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, താങ്കളുടെ രക്ഷിതാവിന്റെ കൽപ്പന പ്രകാരമല്ലാതെ നാം ഇറങ്ങി വരുന്നതല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു എന്നാണ്. എങ്ങനെ? താങ്കളുടെ രക്ഷിതാവിന്റെ കൽപ്പന പ്രകാരമല്ലാതെ നാം ഇറങ്ങി വരുന്നതല്ല. ലഹു മാ ബൈന ഐദീന വമാ ഖൽഫനാ വമാ ബൈന ദാലിക വമാ കാന റബ്ബുക നസിയ. നമ്മുടെ മുമ്പിലുള്ളതും നമ്മുടെ പിന്നിലുള്ളതും അതിനിടയിലുള്ളതും എല്ലാം അവന്റേതത്രേ. താങ്കളുടെ രക്ഷിതാവ് മറക്കുന്നവനായിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാനായിട്ട് സൂറത്തു മറിയമിലെ 64-ാമത്തെ ആയത്ത് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും. സഹോദരങ്ങളെ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ടും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് കഴിയുന്ന മലക്കുകൾ അവർ അള്ളാഹുവിനെ എപ്പോഴും സ്മരിച്ചുകൊണ്ട് കഴിയുന്ന ഒരു വിഭാഗമാണ്. അവരുടെ ദിക്റുകളിൽ മുഖ്യമായത് അത് തസ്ബീഹ് ചൊല്ലലാണ്. അർശിന്റെ വാഹകരായ മലക്കുകൾ അള്ളാഹുവിനു വേണ്ടി എപ്പോഴും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എന്ന് സൂറത്തുൽ ഗാഫിറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അള്ളാഹു സൃഷ്ടിച്ച മുഴുവൻ മലക്കുകളും തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന് സൂറത്തു ശൂറയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വൽ മലായികത്തു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. മലക്കുകൾ തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞത്, ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന വിഷയം പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മലക്കുകൾ പറയാൻ കാരണം വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക. ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരല്ലോ എന്ന്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടിയാണ് ഖാല ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് എനിക്കറിയാമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മലക്കുകളോട് പറഞ്ഞ ഈ ഒരു കാര്യം കൂടി സഹോദരങ്ങളെ നമുക്ക് ഈ ആയത്തിന്റെ പഠനത്തിൽ അവശേഷിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.